ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറം 18 അതിൻ്റെ പ്രൂഫാണ്. തിയറം 18 എന്താണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു. തിയറം 18 ഇതിൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ തിയറം 18ൻ്റെ കൺസെപ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇതായിരുന്നു തിയറം 18 പറയുന്നത്. എസ് നോട്ട് എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് എസ് ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പാൻ എസ് എന്നുള്ളതിന് ആദ്യം നമ്മൾ ഡബ്ല്യൂ എന്ന് വിളിക്കാം. അത് ഓർമ്മിക്കുക. സോ പ്രൂഫിൽ ആദ്യം എഴുതേണ്ടത് ലെറ്റ് ഡബ്ല്യൂ ഈക്വൽ ടു സ്പാൻ എസ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്നുള്ളത് ഓർമ്മിക്കുക. ഡബ്ല്യൂ സ്പാൻ എസ് എന്നല്ലേ നമ്മൾ വിളിച്ചത്. ഡബ്ല്യൂ നോട്ട് എസ് നോട്ടിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഡബ്ല്യൂ നോട്ട് ഈക്വൽ ടു എസ് നോട്ട്. അഗൈൻ എ ഈക്വൽ ടു ബി, രണ്ട് സെറ്റ്സ് എയും ബിയും ഈക്വൽ ആണെന്ന് കാണിക്കാൻ നമ്മൾ ചെയ്യാം എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഡബ്ല്യൂ നോട്ട് ഈക്വൽ ടു എസ് നോട്ട് എന്ന് കാണിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണിക്കണം? ഡബ്ല്യൂ നോട്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് നോട്ട്. പിന്നെ നേരെ തിരിച്ചിട്ട് എസ് നോട്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഡബ്ല്യൂ നോട്ട്. ഇതാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഡബ്ല്യൂനെ എസിനെയും കുറിച്ച് അറിയുന്ന കാര്യം എന്താ? എസ് എന്ന് പറഞ്ഞാൽ സ്പാൻ എസിന്റെ അകത്തുള്ള ഒരാളായിരിക്കും എസ് അല്ലേ. കാരണം എസിൽ കുറച്ച് എലമെന്റ് ഉണ്ടെങ്കിൽ സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പം എസിൽ ഒരു ആൽഫ 1 ഉണ്ടെങ്കിൽ അത് സ്പാൻ എസിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് സ്പാൻ എസ് അത് എഴുതാം. അതിൽ നിന്ന് എന്ത് എഴുതാം? ദാറ്റ് ഈസ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ. ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ സ്പാൻ എസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എനിഹിലേറ്റർ എടുക്കുമ്പോഴേ ഇത് നേരെ തിരിച്ചാവും. ഡബ്ല്യൂ നോട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എസ് നോട്ട്. സോ എന്ന് പറഞ്ഞിട്ട് ഡബ്ല്യൂ നോട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എസ് നോട്ട് എന്ന് എഴുതിയാൽ മതി. അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കാം. എസ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ ആണെങ്കിൽ ഡബ്ല്യൂ നോട്ട് സബ്സെറ്റ് ഓഫ് എസ് നോട്ട് ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് എഴുതാം. അപ്പോൾ ഇംഗ്ലീഷിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടിയില്ലേ? ഡബ്ല്യൂ നോട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എസ് നോട്ട്. ഇനി നേരെ തിരിച്ച് നമ്മൾ പ്രൂവ് ചെയ്യണം. എസ് നോട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഡബ്ല്യൂ നോട്ട്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എസ് നോട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഡബ്ല്യൂ നോട്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് എഫ് എലമെന്റ് ഓഫ് എസ് നോട്ട് എടുക്കുക. ആദ്യം എസ് നോട്ട് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഒരാൾ എടുത്തു. അതിന്റെ മീനിങ് എന്താ? എഫ് എസ് നോട്ടിലുണ്ടെങ്കിൽ എഫ് എസിലുള്ള എല്ലാവരെയും സീറോയിലേക്ക് കൊണ്ടുപോകും. അതായത് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ സ്മോളസ്റ്റ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഡബ്ല്യൂയിലുള്ള ഏതെങ്കിലും ഒരു സ്മോൾ ഡബ്ല്യൂവിനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യൂ എന്ന് പറഞ്ഞ സ്പാൻ എസ് അല്ലേ, അത് ഈ എസിലുള്ള എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. സോ ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഓവർ ഐ എ എസ് ഐ എന്ന് എഴുതാം. അതായത് A1S1 പ്ലസ് A2S2 പ്ലസ് എക്സെട്രാ എൻ എസ് എൻ ആയിരിക്കും. നമ്മൾ സിഗ്മ നൊട്ടേഷനിൽ എഴുതി. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ എന്ത് ചെയ്തു? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എസ് നോട്ടിൽ നിന്നൊരു എഫ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എഫ് എസിലുള്ള എല്ലാവരെയും സീറോയിലേക്ക് കൊണ്ടുപോകും. ആ പോയിന്റ് എഴുതി. പിന്നെ ഡബ്ല്യൂ നോട്ട് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മൾ അതിന് പകരം അതിന് വേണ്ടിയിട്ട് ഡബ്ല്യൂവിൽ നിന്നുള്ളൊരു സ്മോൾ ഡബ്ല്യൂ എടുത്തു. അപ്പോൾ ഡബ്ല്യൂ സ്പാൻ എസ് ആയതുകൊണ്ട് ഈ സ്മോൾ ഡബ്ല്യൂ സിഗ്മ എ എസ് ഐ എന്നുള്ള ഫോമിലായിരിക്കും. എസ് ഐ എല്ലാം ക്യാപിറ്റൽ എസിലുള്ള എലമെന്റ്സ് ആയിരിക്കും. ഈ പോയിന്റ് കൂടെ എഴുതി. ഇനി നമ്മൾ എഫ് ഓഫ് ഡബ്ല്യൂ നമുക്ക് എടുത്തു നോക്കാം. എഫ് ഓഫ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ഇങ്ങനെ എഴുതി കൂടെ സിഗ്മ എ എസ് ഐ, ഡബ്ല്യൂന്റെ വാല്യൂ സിഗ്മ എ എസ് ഐ എന്ന് കൊടുത്തു. സോ എഫ് ഒരു ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് ഈ ഫോമിൽ എഴുതി കൂടെ സിഗ്മ എ ഇൻറ്റു എഫ് ഓഫ് എസ് ഐ. അതായത് ആ എഫിനെ നമ്മൾ ലീനിയർ ആയതുകൊണ്ട് അകത്തേക്ക് എടുത്തു എന്ന് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. എ കോൺസ്റ്റൻസ് ആയതുകൊണ്ട് ആദ്യം എഴുതി. പക്ഷേ നമുക്കറിയാം എഫ് ഓഫ് എസ് ഐ, ഈ എസ് ഐ ക്യാപിറ്റൽ എസ് ഉള്ളതുകൊണ്ട് എഫ് ഓഫ് എസ് ഐ 0 ആണ്. അപ്പോൾ അവരെല്ലാവരും 0 ആണ്. അപ്പോൾ ആ സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം എന്താവും? 0 ആകും. എന്താ നമുക്ക് കിട്ടിയേ? ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ ക്യാപിറ്റൽ ഡബ്ല്യൂയിൽ ഉള്ളതാണെങ്കിൽ എഫ് ഓഫ് ഡബ്ല്യൂന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് നമുക്ക് കിട്ടി. ഇതിന്റെ മീനിങ് എന്താ? എഫ് എവിടെ ഉണ്ടായിരിക്കും? അതായത് ക്യാപിറ്റൽ ഡബ്ല്യൂയിലുള്ള എല്ലാവരും എഫ് 0ലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എഫ് ഡബ്ല്യൂ നോട്ടിൽ ഉണ്ടായിരിക്കില്ലേ? സോ എഫ് എലമെന്റ് ഓഫ് ഡബ്ല്യൂ നോട്ട് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? എഫ് എലമെന്റ് ഓഫ് എസ് നോട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? എഫ് എലമെന്റ് ഓഫ് ഡബ്ല്യൂ നോട്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എസ് നോട്ട് ഇസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ നോട്ട്. അപ്പോൾ ഇനി രണ്ടും കൂടെ ആ ഇൻക്ലൂഷൻസ് ആദ്യം നമുക്ക് മറ്റൊരു ഇത് കിട്ടിയിരുന്നു. രണ്ടും കൂടെ അതായത് ഇത് ഡബ്ല്യൂ നോട്ട് സബ്സെറ്റ് ഓഫ് എസ് നോട്ട് എന്ന് ആദ്യം കിട്ടിയിരുന്നു. ഇതുകൂടെ ചേർത്താൽ എന്ത് കിട്ടും? രണ്ടുപേരും ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് 2 രണ്ടുപേരും ഈക്വൽ ആണ് എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഓർമ്മിക്കുക നമ്മൾ ഇതുവരെ എന്തായിരുന്നു ചെയ്തത് എന്നുള്ളത്. ആദ്യം ഇയാൾ ഡബ്ല്യൂ എന്ന് വിളിക്കാം. നമ്മൾ ഡബ്ല്യൂ നോട്ട് ഇസ് ഈക്വൽ ടു എസ് നോട്ട് എന്നാണ് കാണിക്കുന്നത്. സോ ആദ്യം ഡബ്ല്യൂ നോട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ എസ് നോട്ട് എന്നുള്ളത് കാണിച്ചു. പിന്നെ എസ് നോട്ട് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഡബ്ല്യൂ നോട്ട് എന്നുള്ളത് കാണിച്ചു. സ്റ്റെപ്പ് 2 ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യൂ നോട്ട് നോട്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. അപ്പോൾ ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യൂ നോട്ട് നോട്ട് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ ചെയ്യുക? ഇൻക്ലൂഷൻ, അതായത് ഡബ്ല്യൂ ഇസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ നോട്ട് നോട്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടുന്ന് ഒരാൾ എടുക്കുക, സ്മോൾ ഡബ്ല്യൂവിനെ എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എഫ് എലമെന്റ് ഓഫ് ഡബ്ല്യൂ നോട്ട് എടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് ഡബ്ല്യൂ ഈക്വൽ ടു 0 ഫോർ എവറി. ഇത് ഞാനൊരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അതാകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് എന്താ കാണിക്കാനുള്ളത്? ഡബ്ല്യൂ ഈക്വൽ ടു ഡബ്ല്യൂ നോട്ട് നോട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഡബ്ല്യൂ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഡബ്ല്യൂ നോട്ട് നോട്ട്. ഇതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇതാണ് ഡബ്ല്യൂ എങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യൂയിൽ നിന്ന് ഒരു സ്മോൾ ഡബ്ല്യൂ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാം? ഇവിടുന്ന് നമ്മൾ എന്തെടുക്കുക? ഒരു എഫിനെ എടുക്കുക, സ്മോൾ എഫിനെ എടുക്കുക. എവിടെ നിന്നാണ് എടുക്കുന്നത്? ഈ എഫിനെ എടുക്കുന്നത് നമ്മൾ ഡബ്ല്യൂ നോട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം ഈ എഫ് എന്ത് ചെയ്യും? ഡബ്ല്യൂവിനെ 0ലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മൾ ഡബ്ല്യൂ നോട്ട് നോട്ടിൽ ആക്ച്വലി നമ്മൾ എൽ ഓഫ് ഡബ്ല്യൂ എൽ നോട്ട് നോട്ടിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണെന്ന് അറിയാം? എൽ ഡബ്ല്യൂ എഫ് ഓഫ് ഡബ്ല്യൂ 0 അല്ലേ. അപ്പോൾ എൽ ഡബ്ല്യൂ ഓഫ് എഫ് എന്തായിരിക്കും? ദാറ്റ് ഇസ് ഈക്വൽ ടു 0. എൽ ഡബ്ല്യൂ ഓഫ് എഫ് എന്തായിരിക്കും? എഫ് ഓഫ് ഡബ്ല്യൂ അതും 0 ആയിരിക്കും. അപ്പോൾ എൽ ഡബ്ല്യൂ എന്ത് ചെയ്യും? എഫിനെ 0ലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ സ്മോൾ ഡബ്ല്യൂ ക്യാപിറ്റൽ ഡബ്ല്യൂയിൽ ഉണ്ടെങ്കിൽ എൽ ഡബ്ല്യൂ എവിടെ ഉണ്ടാവും? ഡബ്ല്യൂ നോട്ട് നോട്ടിൽ ഉണ്ടാവും.
പക്ഷേ എൽ ഡബ്ല്യൂനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ എൽ ഡബ്ല്യൂനെ ഡബ്ല്യൂ ആയിട്ട് തന്നെ കാണും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡബ്ല്യൂ എലിമെന്റ് ഓഫ് ഡബ്ല്യൂ നോട്ട് നോട്ട് എന്നുള്ളത് കിട്ടി. അപ്പോൾ സ്റ്റെപ്പ് 3 നിങ്ങൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പോയിന്റ്സ് പറയാൻ കഴിയും. അപ്പോൾ സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യുന്നത് ഇതാണ് എന്നുള്ളത് ഓർമ്മിക്കാം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു സ്മോൾ ഡബ്ല്യൂ നിങ്ങൾ ആ ഫിഗർ ഓർമ്മിക്കുക. സ്മോൾ ഡബ്ല്യൂ നമ്മൾ ക്യാപിറ്റൽ ഡബ്ല്യൂയിൽ നിന്നെടുത്തു, എഫ് എലിമെന്റ് ഓഫ് ഡബ്ല്യൂ നോട്ടിൽ നിന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ഡബ്ല്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എൽ ഡബ്ല്യൂ ഓഫ് എഫ് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ ശരിക്കും എൽ ഡബ്ല്യൂ ആണ് എഫ് നോട്ട് ഡബ്ല്യൂ നോട്ട് നോട്ടിലുള്ളത്. പക്ഷേ എൽ ഡബ്ല്യൂനെ നമ്മൾ ഡബ്ല്യൂ ആയിട്ട് തന്നെ കാണും. അപ്പം ഡബ്ല്യൂ എലിമെന്റ് ഓഫ് ഡബ്ല്യൂ നോട്ട് നോട്ട് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഡബ്ല്യൂ സ്മോൾ ഡബ്ല്യൂ ക്യാപിറ്റൽ ഡബ്ല്യൂ ഉണ്ടെങ്കിൽ അത് ഡബ്ല്യൂ നോട്ട് നോട്ടിലും ഇല്ലേ, അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഡബ്ല്യൂ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഡബ്ല്യൂ നോട്ട് നോട്ട് എന്നുള്ള പോയിന്റ് പറയാം. ഇനി നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളത് പ്രൂവ് ചെയ്തു, ബി സബ്സെറ്റ് ഓഫ് എ എന്നല്ല നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ ഡയമെൻഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അറിയുന്ന ഒരു റിസൾട്ട് ഉണ്ട്, ഇത് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചാണ്. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് വി ആയിരിക്കും. ആ ഇക്വേഷൻ എഴുതുക, നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ആ ഇക്വേഷൻ 1 എന്ന് എഴുതുക. അടുത്തത് ഈ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട് നോട്ട്, അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട് നോട്ട്, അതും എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് വി സ്റ്റാർ ആയിരിക്കും. പക്ഷേ ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് വി സ്റ്റാറും സെയിം ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി സ്റ്റാർ. അപ്പോൾ ഈ ഇക്വേഷൻ 2 എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ 2ന്റെ ആർച്ചസിൽ എന്താ ഉള്ളത്? ഒന്ന് ഡയമെൻഷൻ ഓഫ് വിയും ഒന്ന് ഡയമെൻഷൻ ഓഫ് വി സ്റ്റാറും ആണ്. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ നിങ്ങൾ എഴുതുക ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി സ്റ്റാർ. സോ കമ്പയറിംഗ് എൽ എച്ച് എസ് നമുക്ക് കമ്പയർ ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ എഴുതുന്നത് ഇവിടെ കുറച്ച് പോയിന്റ്സ് മിസ്സിംഗ് ആണ്, അതാണ് ഞാൻ പറയുന്നത്. കമ്പയറിംഗ് എൽ എച്ച് എസ് വി ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം? ഇത് എഴുതാം ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട് പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട് നോട്ട്. ഇനി നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ ഈ എൽ എച്ച് എസിൽ നിങ്ങൾ രണ്ട് എൽ എച്ച് എസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ടേം നമ്മൾ ആക്ച്വലി കോമൺ ആണ്, രണ്ടിലും ആര് വരുന്നുണ്ട്? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട്. സോ ഇക്വേഷന്റെ രണ്ട് സൈഡിൽ ഇവർ വരുമ്പോൾ ഇവർ നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? അപ്പോൾ ബാക്കിയുള്ള നമുക്ക് എന്തായിട്ട് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട് നോട്ട് എന്ന് കിട്ടും. സോറി, നമ്മൾ ആ ഒരു കാര്യം പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂ നോട്ട് നോട്ട് എന്ന് കിട്ടി. ഇതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്തത്? ഡബ്ല്യൂ ഇസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ നോട്ട് നോട്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ ഡബ്ല്യൂ ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്, പക്ഷേ ഇതിന്റെ ഡയമെൻഷൻ എന്താണ്? ഡബ്ല്യൂ നോട്ട് നോട്ടിന്റെ ഡയമെൻഷൻ തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യൂ നോട്ട് നോട്ട്. അപ്പോൾ സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യൂ നോട്ട് നോട്ട് എന്നുള്ള പോയിന്റ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി കൺക്ലൂഷൻ ആണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്രം സ്റ്റെപ്പ് 1 നമുക്കറിയാം ഡബ്ല്യൂ നോട്ടും എസ് നോട്ടും സെയിം ആണ്. സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഡബ്ല്യൂ നോട്ട് നോട്ടും സെയിം ആണ്. ഇനി എസ് നോട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എസ് നോട്ട് ഡബ്ല്യൂ നോട്ടിന് ഈക്വൽ അല്ലേ? സോ ഇത് പ്രകാരം എസ് നോട്ട് ഡബ്ല്യൂ നോട്ടിന് ഈക്വൽ ആണ്. രണ്ട് സ്ഥലത്തും ഒരു ഇത് കൂടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എസ് നോട്ട് നോട്ട് ഈക്വൽ ടു ഡബ്ല്യൂ നോട്ട് നോട്ട്. പക്ഷേ ഡബ്ല്യൂ നോട്ട് നോട്ട് നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്തു? കഴിഞ്ഞ സ്റ്റെപ്പിൽ ഡബ്ല്യൂ തന്നെയാണെന്ന് പ്രൂവ് ചെയ്തു. ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരുന്നു? നമ്മൾ ആദ്യം എന്ത് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ഡബ്ല്യൂ ഈക്വൽ സ്പാനസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു സ്പാനസ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ശരിക്കും ഇക്വേഷൻസ് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? എസ് നോട്ട് ഇസ് ഈക്വൽ ടു ഡബ്ല്യൂ നോട്ട്. ഈ രണ്ട് സ്ഥലത്ത് നമ്മൾ നോട്ട് എടുക്കുകയാണെന്ന് ഓർമ്മിച്ചാൽ മതി. അതിൽ നിന്ന് ഈ ഫസ്റ്റ് ഇത് കിട്ടി, എസ് നോട്ട് നോട്ട് ഈക്വൽ ടു ഡബ്ല്യൂ നോട്ട് നോട്ട്. അപ്പം ഡബ്ല്യൂ നോട്ട് നോട്ട് ഈക്വൽ ടു ഡബ്ല്യൂ ബൈ സ്റ്റെപ്പ് 2 നമുക്ക് കിട്ടി. ഇനി ഡബ്ല്യൂ ഈക്വൽ ടു സ്പാനസ്, കാരണം അത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്താൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡബ്ല്യൂ ഈക്വൽ ടു സ്പാനസ് എന്ന് കിട്ടി. ഈ ആളെയും മാത്രം നമ്മൾ ഇക്വേഷൻ എടുത്താൽ എന്ത് കിട്ടി? എസ് നോട്ട് നോട്ട് ഈക്വൽ ടു സ്പാനസ്. അത് തന്നെയായിരുന്നു.